ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിൽ പുതിയ അധ്യായത്തിനാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത്. UAE-യിലെ സർക്കാർ നിയന്ത്രിത എണ്ണ കമ്പനിയായ അഡ്നോക്കുമായി നേരത്തെയുണ്ടാക്കിയ കരാർ പ്രകാരം 10 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യൻ രൂപ നൽകി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വാങ്ങി. ഇന്ത്യയുമായി രൂപയിലുള്ള എണ്ണ വ്യാപാരത്തിന് കരാറുണ്ടായിരുന്നുവെങ്കിലും ഗൾഫിൽ നിന്നും രൂപ നൽകി എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇതാദ്യമാണ്. വരും നാളുകളിലും അഡ്നോക്കിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് രൂപ നൽകിയാകും. ഇതോടെ രൂപയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കും. വിപണിയിൽ അമേരിക്കൻ ഡോളറിനുള്ള മേൽക്കോയ്മ കുറയ്ക്കാനും ഇന്ത്യ UAE വ്യാപാരം സഹായിക്കും. രൂപയിൽ അത് പേയ്മെന്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ കറൻസിയുടെ ഫ്ലക്ച്വേഷൻ ഇതിനെ ബാധിക്കുന്നില്ല. ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളതായ പണം അല്ലെന്നുണ്ടെങ്കിൽ സെറ്റിൽമെന്റിന് വേണ്ട പണം പലപ്പോഴും ഡോളറിൽ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപയിൽ സെറ്റിൽമെന്റ് വരുന്നുണ്ട്, ഡോളറിന്റെ ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ഈ ഫ്ലക്ച്വേഷൻ കുറയുമെന്നുള്ളതാണ്. കഴിഞ്ഞ ജൂലൈയിലാണ് രൂപയിലുള്ള എണ്ണ വ്യാപാരത്തിന് ഇന്ത്യയും UAE-യും തമ്മിൽ കരാർ ഒപ്പുവെച്ചത്. ഓഗസ്റ്റിൽ അഡ്നോക്കിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പണം നൽകി കരാർ ഉറപ്പിച്ചു. ഉഭയകക്ഷി വ്യാപാരം രൂപയിലും റിയാലിലും നടത്താൻ സാധ്യമാകുന്ന കരാറിൽ ഇന്ത്യയും സൗദി അറേബ്യയും ഒപ്പുവെച്ചിട്ടുണ്ട്. ഒമാൻ ഭരണാധികാരി അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. റുപ്പേ കാർഡിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം പുതിയ തലത്തിലെത്തും. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.